പ്രവാസികളെ അങ്ങനെയല്ല പറഞ്ഞത്. അവർ തീരുമാനിച്ചത് പ്രവാസികളായ UDF-കാരുടെ വോട്ടുകൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകരുത്. പ്രവാസികളുടെ മുഴുവൻ വോട്ട് UDF-നല്ല. പ്രവാസികളായ UDF-ന്റെ കുറേ വോട്ടുണ്ട്, LDF-ന്റെ വോട്ടുണ്ട്. അവർ തീരുമാനിച്ച് അവരുടെ യോഗത്തിൽ പറഞ്ഞത് UDF-കാരായ പ്രവാസികളുടെ വോട്ട് അവർ വരുന്നില്ല എന്നതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്, അത് നാട്ടിലുള്ള UDF-കാർ ചെയ്യണം എന്നാണ്. UDF-കാരൻ്റെ പ്രവാസികളായ UDF-കാരുടെ വോട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അതാണ് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള വോട്ടർ പട്ടികയിൽ ഡബിൾ വോട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വോട്ടർ പട്ടികയിൽ നിങ്ങൾ കണ്ടു കാണും, ചിലപ്പോൾ പേരുണ്ട്, അച്ഛൻ്റെ പേരില്ല, വീട്ടുപേരില്ല, അവരുടെ ഫോട്ടോ ഇല്ല. 2, ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ച പ്രവാസി വോട്ട് എത്താതെ വന്നാൽ ആ വോട്ട് ചെയ്യണമെന്ന് UDF-ന്റെ കമ്മിറ്റി ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വോട്ട് ചെയ്യണമെന്ന് പ്രവാസികളായ ആളുകൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്നില്ല. പക്ഷെ ആ വോട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയായിരിക്കും? പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. അതൊന്നുകിൽ പാസ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, കാരണം ആധാറുമായി ലിങ്ക് ചെയ്തതാണ്. അപ്പോൾ അത് കണ്ടെത്താനും അത്തരം വരാത്തവരെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കി കോടതിക്ക് മുമ്പാകെ തുടർന്ന് നടപടികളിലേക്ക് പോകണമെന്ന അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഊന്നുന്ന ഒരു സമീപനം നടത്തുന്നു. ഇന്നലെ തന്നെ ചെറിയ സംഭവം അവിടെ ഉണ്ടായി എന്ന് പറയുന്നത്, അയാളിവിടെ ഇല്ലല്ലോ, വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അത് നിങ്ങൾ ചോദിക്കണ്ട എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായത്. എല്ലാവർക്കും നല്ല സ്വീകരണമൊക്കെ കിട്ടി. ഒരു വീട്ടിൽ നിന്ന് വീട്ടുകാരല്ല പറഞ്ഞത്, അത് ചോദിച്ചിറങ്ങി വരുമ്പോഴാണ് അടി നടന്നതായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. അപ്പം ഒരു ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം, നാട്ടുകാരും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനും പ്രത്യേകിച്ച് പോലീസും നല്ല ജാഗ്രത പുലർത്തണമെന്നും എല്ലാ ജനങ്ങളും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്താനുള്ള ശ്രമം ഉണ്ടാവണമെന്നും കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് പറയാനുള്ളത്. വോട്ട് ചെയ്യാലേ സ്വതന്ത്രമായി ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. പക്ഷേ ഇത് ചെയ്യാനൊരു രാഷ്ട്രീയ തീരുമാനം എടുത്താലുള്ള വിവരം ആ യോഗങ്ങൾ പങ്കെടുത്തവരെന്ന് കിട്ടിയതായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. കള്ളവോട്ടാരോപണത്തിൽ പരാജയഭീതിയൊന്നുമില്ല. പരാജയഭീതി അല്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചപ്പം ആളുകളുടെ പേര്, വീട് സഹിതം ഡബിൾ വോട്ട് ഉൾപ്പെടെ ഇവിടെ കാണിച്ചതാണ്. കള്ളവോട്ടിൽ വളരെ ബോധപൂർവം ഇങ്ങനെ ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. 1, 2, 3 അല്ല, നമ്പർ വെച്ച് 3000 വോട്ടുകൾ. ആദ്യം UDF ആണ് അത് പറഞ്ഞത്. പക്ഷേ UDF അത് പറഞ്ഞെങ്കിലും പ്രകടമായി UDF-ന്റെ 3000 പേരുടെ വോട്ടുണ്ട് എന്ന് ഇവിടെ പേരുകൾ വായിച്ചുകൊണ്ട് അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടെ മുഴുവൻ ബൈൻഡ് ചെയ്ത് റെഡിയാക്കി ലിസ്റ്റ് കൂടെ ഹാജരാക്കിയത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്.